കോഴിക്കോട് കുന്നമംഗലത്തെ MDMA കേസിൽ മുഖ്യപ്രതി പിടിയിൽ. നൈജീരിയൻ പൗരൻ ഫ്രാങ്ക് ചിക്സിയെയാണ് പോലീസ് ഡൽഹി നോയിഡയിലെത്തി പിടികൂടിയത്. ഫാർമസിസ്റ്റായ പ്രതി MDMA നിർമ്മാണത്തിൽ പങ്കാളിയായോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കുന്നമംഗലം കാരന്തൂരിലെ ലോഡ്ജിൽ നിന്ന് MDMA പിടികൂടിയ കേസിലെ മുഖ്യപ്രതിയാണ് പോലീസിന്റെ വലയിലായത്. ഫ്രാങ്ക് ചിക്സി എന്ന നൈജീരിയൻ സ്വദേശിയെ നോയിഡയിലെത്തിയാണ് കുന്നമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ നേരത്തെ പിടിയിലായ ടാൻസാനിയൻ സ്വദേശികളിൽ നിന്ന് ഫ്രാങ്കിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ എവിടെയായാലും അവിടെ പോലീസ് എത്തുന്നതാണ്. ഡൽഹിയിൽ നോയിഡയിൽ പോയാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നോയിഡയിലെ ഇവർ വളരെ ഇതായിട്ടുള്ള സ്ഥലത്ത് അവിടുത്തെ പോലീസ് തന്നെ ചോദിക്കുന്നത്, സാറേ ഒരു 10-200 MDMAക്ക് വേണ്ടി നിങ്ങൾ ഇവിടെയൊക്കെ എത്തുമെന്നാണ്. 100 ഗ്രാമാണെങ്കിൽ 50 ഗ്രാമാണ് ഞങ്ങൾ അവിടെയൊക്കെ എത്തുമെന്ന് അവരോട് ഒരു സന്ദേശം കൂടിയാണ് ഈ കാര്യം കൊടുക്കുന്നത്. ജനുവരി 21-നാണ് കേസിനാസ്പദമായ സംഭവം. കാരന്തൂരിലെ ലോഡ്ജിൽ നടന്ന പരിശോധനയിൽ 227 ഗ്രാം MDMA പിടികൂടിയിരുന്നു. മുസമ്മിൽ, അഭിനവ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിലൂടെ മുഹമ്മദ് ഷമീൽ എന്നയാളിലേക്കും തുടർന്ന് ടാൻസാനിയക്കാരായ ഡേവിഡ് എൻഡബി, അക്ക ഹറൂണ എന്നിവരിലേക്കും പോലീസ് എത്തി. തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ പുറത്തു വന്നത്. പല അക്കൗണ്ടുകളും മ്യൂൾ അക്കൗണ്ടുകളാണ്. നമ്മൾ പലപ്പോഴും ചെറിയ ലാഭത്തിന് വേണ്ടി 1000, 500, 1000 കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ അക്കൗണ്ട് എടുത്ത് കൊടുക്കുകയാണ്. ആ അക്കൗണ്ടിലൂടെ വളരെ ലക്ഷക്കണക്കിന് രൂപയാണ് അക്കൗണ്ടിൽ മറിയുന്നത്. നമ്മൾ പോയി പിടിക്കുമ്പോൾ അത് ഒന്നും അറിയാത്ത കുറേ പാവപ്പെട്ട സ്ത്രീകളുടെ അക്കൗണ്ടാണ്. 32 മ്യൂൾ അക്കൗണ്ടുകളാണ് ഞങ്ങൾ ഇതിനു വേണ്ടി പിടിച്ചത്. ആ മ്യൂൾ അക്കൗണ്ടുകൾ നോക്കുമ്പോൾ ഓരോരുത്തരും പാവപ്പെട്ട സ്ത്രീകളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ആരെടുത്ത് കൊടുത്തു എന്ന് നോക്കി വളരെ ശ്രമകരമായ ഒരു വർക്കിലൂടെയാണ് നമ്മുടെ പോലീസ് ടീം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിയുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ, സിം കാർഡുകൾ തുടങ്ങിയവ അന്വേഷണ സംഘം കണ്ടെടുത്തു. ഫാർമസിസ്റ്റ് കൂടിയായ ഫ്രാങ്ക് ചിക്സിയെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് കീഴടക്കിയത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.